ജോർജ് സാർ പറയുന്നത് നീ ആരെയാടാ ഈ പറഞ്ഞ് പറ്റിക്കുന്നത്? ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങ് നിർത്തി. കാരണം എല്ലാം എന്നോട് പറഞ്ഞ് പറ്റിച്ചൊരു വഴിയാക്കി. കല്യാൺ ചൗബ ആയാലും നമ്മുടെ ഇവിടുത്തെ കായിക മന്ത്രി ആയാലും എല്ലാം എണ്ണവും പറഞ്ഞ് ഒരുപാട് പറ്റിച്ചതാണ്. വാർലൈറ്റ് സംവിധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു, മഞ്ചേരി മറക്കാനേ ആവുമെന്ന് പറഞ്ഞു, മെസ്സി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടു, കണ്ടു, പഴകി. ഇപ്പം കേന്ദ്ര കായിക മന്ത്രിയായിട്ടുള്ള മാൻഷുഖ് മാണ്ഡവ്യയുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനുണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ എക്സലൻ്റ് ആണ്. എക്സലൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട്. ISL വീണ്ടും നടക്കാൻ പോകുന്നുണ്ട്. പിന്നെ പുതിയ ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ ഫുട്ബോളിലെ എക്സലന്റ് പ്രോഗ്രസിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. ചില മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കാരണം ഓസി പ്ലേയേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ചില പുതിയ ക്ലബ്ബുകൾ ഉണ്ടാവുന്നുണ്ട്. എങ്കിൽ പോലും കാതലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ഫിഫ റാങ്കിങ് എത്രയാണ്? ഇവന്മാർ പറയുന്ന കൂട്ട് പോയി കഴിഞ്ഞാൽ ഫിഫ റാങ്കിങ് ഇപ്പോൾ 150 മുകളിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ റാങ്കിങ് 138ആണ്. ഇതാണ് ഈ പറയുന്ന ഇമ്മൻസ് പ്രോഗ്രസ്. അതുകൂടാതെ നമ്മൾ ഏഷ്യൻ പ്രീമിയർ ലീഗിന്, അതായത് നമ്മൾ വൻകരയിലെ ഏറ്റവും മികച്ച ലീഗ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ടൂർണമെൻറ്റിന് ഒരു രാജ്യത്തിന് യോഗ്യത നേടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഗ്രോത്താണ്, എന്നിട്ട് എക്സലൻറ്റ് പ്രോഗ്രസ് എന്ന് പറയുന്നു. പിന്നെ ഓരോ ക്ലബ്ബുകളും നമ്മുടെ ഫെഡറേഷൻ്റെ ചില വാശികൾ മൂലം അടച്ചുപൂട്ടുകയും ടോപ്പ് ലെവൽ ലീഗിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ജംഷഡ്പൂർ FC ഒരു ഉദാഹരണം മാത്രം. പല ക്ലബ്ബുകളും അടച്ചുപൂട്ടുന്ന ഉദാഹരണങ്ങൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടോപ്പ് ലെവലിൽ ചില മാഫിയ ക്ലബ്ബുകൾ മറ്റ് ക്ലബ്ബുകളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പൈസ വാരിയെറിഞ്ഞ് ഫേക്ക് ഇൻഫ്ലേറ്റഡ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതായത് പ്ലേയേഴ്സിന് അർഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ കൊടുത്ത് പല ക്ലബ്ബുകൾക്കും പ്ലേയേഴ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പൈസ വാരി എറിഞ്ഞ് മൊണോപ്പൊളി ഉണ്ടാക്കി ഈ ലീഗും ക്ലബ്ബുകളും തകരുന്ന അവസ്ഥയിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനെ കുറിച്ച് കേന്ദ്ര കായിക മന്ത്രി ഇങ്ങനെയൊക്കെ പറയുമ്പം പിറ്റി ഓൺ യു സർ എന്നേ പറയാനുള്ളൂ. അവസ്ഥയാണ് നമ്മുടെയൊക്കെ.